ഹലോ, എന്നെ മറന്നോ? ഞാനൊരു വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം 2 മാസം കഴിഞ്ഞല്ലേ. കുറച്ച് തിരക്കുണ്ടായിരുന്നേ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെ ഇടാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഈ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അവിടെ ഒരു 2 മാസത്തോളം ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് ഇനി വരുന്ന വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ കാണിക്കാവേ. എൻ്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാമല്ലോ, എനിക്ക് 2 മക്കളാണ്. ഒരാൾക്ക് 3 വയസ്സും ഒരാൾക്ക് 1 വയസ്സും. കുരുത്തക്കേടിൻ്റെ കാര്യത്തിലാണെങ്കിൽ രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കും. ചേട്ടൻ എന്താണോ ചെയ്യുന്നത് അതനുസരിച്ച് അനിയത്തിയും ചെയ്യും. ഇസയാണെങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എൻ്റെ തോളിൽ നിന്ന് ഇറങ്ങത്തേയില്ല. വേറൊരാളുടെ കൂടെ പോകത്തുമില്ല. അതെന്താണെന്നറിയില്ല. ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ഞാൻ എങ്ങോട്ടെങ്കിലും പോവുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേടിയാണോ എന്നറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റേജാണോ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും, 1 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ ലൂക്കിന് അങ്ങനെ ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ പിള്ളേർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇവർ രണ്ടുപേരും ഉണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവരെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പോകുന്നത്. അത് ഇന്നാണ്. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. ജോയുടെ വീട്ടിലാണെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും, ഇവിടെ ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും. ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ ഇതുവരെ മാനേജ് ചെയ്തിട്ടില്ല ഇവരെ. ഇന്ന് മമ്മിക്കൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്. 10ൽ പഠിച്ച കുറച്ച് പേരൊക്കെ ആയിട്ടൊരു ഗെറ്റ് ടുഗദർ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മമ്മി രാവിലെ പോയേക്കുക. പപ്പയ്ക്കാണ് ഇന്ന് വർക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഒറ്റയ്ക്കായിപ്പോയത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കി വെച്ചിട്ടാണ് മമ്മി പോയത്. ഇനി എൻ്റെ പണി എന്നാ വെച്ചാൽ ഇവിടെയൊക്കെ നടിച്ച് വാരിയിടണം. ഉച്ചക്കത്തേന് ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം. പിന്നെ ഇന്ന് ചിലപ്പം നമ്മുടെ ഇവിടെ ബാത്റൂം ഇല്ല കേട്ടോ ഒരു റൂമിന്. അപ്പോൾ അതിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് ചിലപ്പോൾ 2 ചേട്ടന്മാർ പണിയെടുക്കാൻ വേണ്ടി വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നേ. അപ്പം ചിലപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം. അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. ഫുഡ് കൊടുക്കേണ്ടി വരത്തില്ലെന്നാണ് തോന്നുന്നത്. അവർ ചിലപ്പോൾ ഉച്ചയാകുമ്പോഴത്തേക്കും പോകും. ലേറ്റായിട്ട് വന്നിട്ട് അത്യാവശ്യം ചെറിയ പണി ഉണ്ടാവുള്ളൂ. അത് തീർത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എനിക്കൊരു മാങ്ങ കൊണ്ട് തന്ന അവന് കട്ട് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. പക്ഷേ ഇസക്കുട്ടിയാണ്, സമ്മതിക്കുന്നില്ല. അവൾക്കത് പിടിക്കണം, അത് കടിച്ചുകൊണ്ടിരിക്കണം. ഇവളെ വെച്ചിട്ട് മാനേജ് ചെയ്യുന്നതാണ് ഇച്ചിരി പ്രയാസം. ഇനി ഫുഡൊക്കെ ഞാൻ എങ്ങനെ ഉണ്ടാക്കുമോ അറിയത്തില്ല. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകണമെന്നേ ഉള്ളൂ. എന്നാലും ആദ്യമൊന്നും കരച്ചിലും ബഹളമൊക്കെ കഴിയുമ്പോൾ കുറച്ച് നേരമൊക്കെ ആയിട്ട് മാറി നിന്നോളും. അപ്പോഴൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവളെ എടുത്തുകൊണ്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാ അത് മാങ്ങ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എൻ്റെ ആദ്യത്തെ വ്ളോഗിലൊക്കെ ഞാൻ വോയിസ് ഓവറാണ് കൊടുത്തുകൊണ്ടിരുന്നത്. മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഞാൻ വോയിസ് ഓവറാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇസയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും കൊച്ചായിട്ട് കരയുന്നതും. അപ്പോൾ എനിക്കത് ബ്രേക്കായി പോകുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെയ്യുന്ന വ്ളോഗൊക്കെ സൈലൻറ്റ് വ്ളോഗ് പോലെ ചെയ്തത്. അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത്. എന്താ പറയുക, കുറച്ചുകൂടി ഒരു ഉള്ളിൽ നിന്ന് വന്ന് ചെയ്യാമെന്നൊക്കെ പറയില്ലേ. നമ്മുടെ ഉള്ളിൽ നിന്ന് ഇപ്പം ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണല്ലോ നമ്മുടെ എല്ലാം നന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് നമുക്ക് വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ആദ്യമൊന്നും എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ അത്ര കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നമ്മൾ വോയിസ് മെസ്സേജ് അയക്കുമ്പം പിന്നെ നമ്മൾ സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്കെന്തൊരു എന്തോ പോലെയല്ലേ, ഇത് നമ്മുടെ തന്നെ സൗണ്ടാണോ അങ്ങനെ ഒരു ഫീൽ വരത്തില്ലേ. ആ ഒരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് ആദ്യം വോയിസ് ഓവർ ചെയ്യുമ്പം. ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ്. വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടൊന്നുമില്ല. എന്നാലും കുറച്ചുകൂടെ ബെറ്ററായ ഒരു ഫീല്, കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് വന്ന പോലെ ഒരു തോന്നൽ. അതിൻ്റെ പേരിലാണ് ഇപ്പം ഞാനൊരു റീസ്റ്റാർട്ട് പോലെയാണ് ഈ വ്ളോഗ് ഞാൻ ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു കുഴപ്പമില്ലാണ്ട് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിലാവുമല്ലോ. അതെന്നെ കമൻറ്റിൽ കൂടെ അറിയിക്കുകയാണെങ്കിൽ എനിക്ക് പിന്നെയും കുറച്ചുകൂടി ബെറ്ററാക്കി മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ബാക്കി പരിപാടിയിലേക്ക് കിടക്കട്ടെ. മാങ്ങയൊക്കെ കൊടുത്ത് കുറച്ച് നേരം അതും പിടിച്ചങ്ങ് ഇരിക്കും. ആ സമയം കൊണ്ട് ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് രാവിലെ ഈ പരിപാടിയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ആ മാങ്ങയായിട്ട് വന്നത്. അപ്പം അതും പിടിച്ച് രണ്ടുപേരും കുറച്ച് നേരം അവിടെ ഇരുന്നോളും. ഇസക്കുട്ടി കണ്ടോ, ഇസക്കുട്ടി ആ മാങ്ങയും പിടിച്ച് കുറച്ച് നേരം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതെടുത്ത് മാറ്റി. അങ്ങനെ തൊണ്ടയിലെങ്ങാനും കുടുങ്ങിപ്പോകാനും ചെയ്തെങ്കിലോ വിചാരിച്ചിട്ട് അതെടുത്ത് മാറ്റി. അതിൻ്റെ ഇടയ്ക്ക് ആ 2 ചേട്ടന്മാർ വന്നിട്ടുണ്ടേ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ബാത്റൂമിൻ്റെ ചെറിയ പണിയുള്ളതുകൊണ്ട്. അപ്പോൾ അവർ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഫുഡൊന്നും കൊടുക്കണ്ടെന്നാണ് പറഞ്ഞത്. പപ്പ കുറച്ച് കഴിയുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഈ വ്ളോഗ് ഉണ്ടാവുള്ളേ. പപ്പ വന്ന് പിള്ളേരെ ഒന്ന് മാനേജ് ചെയ്യുന്ന ആ ടൈം വരെ ഞാൻ ഈ വ്ളോഗ് എടുക്കുള്ളൂ. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നൊരു വ്ളോഗാണല്ലോ. അപ്പോൾ കൂടെ ഹെൽപ്പിന് ആൾ വന്നു കഴിയുമ്പോൾ പിന്നെ ആ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അതുകൊണ്ട് അത്ര നേരം ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നുള്ളൂ. ഒരു വൈകുന്നേരം വരെ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഉച്ചയ്ക്ക് മുന്നേ തന്നെ എത്തും. അപ്പോൾ പിന്നെ ആ ഒരു ടൈം വരെ ഉള്ളൂ ഈ വ്ളോഗ്. കണ്ടോ, കുറച്ച് നേരം അവിടെ ഇരുന്നുള്ളൂ. എന്നെ കാണാതായപ്പോഴത്തേക്കും എല്ലാം അന്വേഷിച്ച് വന്നിട്ടുണ്ട് ആൾ. ഇവിടെ അധികം നേരം ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല. ഈ ചെടിയെല്ലാം പറിച്ച് കളയും. അത്ര ഇതിൻ്റെ ഇലയൊക്കെ എടുത്ത് പറിച്ച് കളഞ്ഞിട്ടുണ്ടെന്നറിയോ. അതിൽ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു പെബിൾസൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതെല്ലാം എടുത്ത് വലിച്ചെറിയും, ടൈലിലേക്ക് എറിയും. ഈ ചെടിയെല്ലാം പിടിച്ച് അതിൻ്റെ ഇലയെല്ലാം പിടിച്ച് കളയും. ഇതാണ് അവളെ ഈ തിണ്ണയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ മെയിൻ പരിപാടി അതാണ്. ഇനി താഴെ ഇറങ്ങില്ല, എടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴെ ഇറങ്ങില്ല. അതാണ് അവളുടെ പ്രശ്നം. അവിടെ ഇരുത്തിയാലും ശരിയാകത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഇവളെ എടുത്തുകൊണ്ട് എന്നെ ഇവിടെ എല്ലാം അടിക്കേണ്ടി വരും. ഇനി ഇവളെ ഇറങ്ങില്ല. ഇനി കുറേ നേരം കഴിഞ്ഞാലേ ഇവൾ തോളേന്ന് ഇറങ്ങത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നേ, എൻ്റെ മൂത്തയാളെ കാണുന്നില്ല. ലൂക്കാനെ കണ്ടിട്ട് കുറേ നേരം. അത് ഞാൻ വേഗം ഓടിപ്പോയി നോക്കി. എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ട്. അതെന്താ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഓടിച്ചെന്ന് നോക്കി അടുക്കളയിലോട്ട്. എനിക്ക് തോന്നി എന്തേലും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന്. എന്തോ ഭാഗ്യം ഇപ്പോൾ വന്ന് നോക്കാൻ തോന്നിയില്ല. ഈ ടിഷ്യൂ പേപ്പർ ഈ കിച്ചൺ മൊത്തം ആക്കിയേനെ. ഇത് ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ച ടിഷ്യൂ ആണ്. നോക്കി ഇവിടെ ഇരിക്കുന്നതെന്ന്. ഇതാണ് എനിക്ക് മെയിനായിട്ടും കിട്ടുന്ന പണി. എന്തെങ്കിലും കാര്യമായിട്ട് വേഗം പണിയെല്ലാം തീർക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ഇവൻ്റെ ഭാഗം എന്തേലും കുരുത്തക്കേട് ഒപ്പിക്കും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതെല്ലാം അവളെ വെച്ചിട്ട് വേണം ഇതെല്ലാം മടക്കി വയ്ക്കാനായിട്ട്, റോൾ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ അവിടെ തൊണ്ടാൻ പോവും. അയ്യോ, എന്താ ചെയ്യുക, ഇതാണ് പ്രശ്നം. കുഞ്ഞു പിള്ളേരുള്ള എല്ലാവർക്കും അറിയാമല്ലോ, ഇതാണല്ലോ നമ്മളെ പ്രശ്നം. ലൂക്ക് ഇവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ട്. ലൂക്ക് തിണ്ണയിലോട്ടും കണ്ട് ഓടിപ്പോയിട്ടോ. ഞാൻ വരുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാമല്ലോ. അവനവിടെ നിന്ന് അതെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവൻ അവിടെ നിന്ന് മുങ്ങി. ഞാൻ പിന്നെ അതെല്ലാം വേഗം എടുത്ത് വെച്ചു. ഇസക്കുട്ടിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം വേഗം അടിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ അവളെ ഒന്ന് ഉറക്കി കഴിയുമ്പോഴത്തേക്കും എനിക്ക് കിച്ചണിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാമല്ലോ. ഉച്ചക്കത്തെ എനിക്ക് ചോറുണ്ടാക്കണം, കറി ഉണ്ടാക്കണം. അപ്പോൾ ഇസ ഒന്ന് ഉറങ്ങുകയാണെങ്കിൽ പിന്നെ അതിത്തിരി എളുപ്പം വേഗം കാര്യങ്ങൾ ചെയ്യാമല്ലോ. അവൾ അധികം നേരമൊന്നും ഉറങ്ങത്തില്ല. 1 മണിക്കൂറൊക്കെ കിട്ടിയാൽ ഭാഗ്യം. 1 മണിക്കൂറൊക്കെ വളരെ കുറവാണ് അവൾ ഉറങ്ങുന്നത്. മുന്നത്തെ വീഡിയോ ഒക്കെ കാണുന്നവർക്കറിയാമല്ലോ. അവൾ പകലുറക്കം ഭയങ്കര കുറവാണ്. അപ്പം കുറച്ച് സമയമൊക്കെ എനിക്ക് കിട്ടുള്ളൂ. ആ സമയത്തിന് ഭയങ്കര ഫാസ്റ്റായിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് അവൻ്റെ വണ്ടി എന്തോ കംപ്ലൈൻ്റ് ആയെന്ന്, എന്തോ ഓടുന്നില്ലെന്നോ അങ്ങാണ്ട് പറഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ട് തന്നാണ് അത് ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ വരാം, അവനെ ഓർക്കിട്ട് വരാം, എന്നിട്ട് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ അവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവൻ അവിടുത്തെ കല്ലൊക്കെ എടുത്ത് മുറ്റത്തേക്കൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇസുവിനെ ഉറക്കിയിട്ട് വേഗം വരും. അങ്ങനെ ഇസു ഉറങ്ങിയിട്ടുണ്ട്. പൊതുവെ ഞാൻ രാവിലെ കഴിയുമ്പോഴത്തേക്കും എൻ്റെ ബെഡെല്ലാം നീറ്റാക്കി വെച്ച് പുതപ്പെല്ലാം മടക്കി വെക്കുകയെ. പക്ഷെ ഇന്നങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഇത്തിരി തിരക്കായിരുന്നു. രാവിലെ മമ്മി പോകുന്നതുകൊണ്ട് മമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂടി. പിന്നെ പിള്ളേരൊക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് സമയം കിട്ടില്ല മടക്കി വെക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇസു ഉറങ്ങിയ സമയത്ത് ഞാൻ ഇതൊന്ന് വേഗം ക്ലീൻ ചെയ്തിരട്ടെ. അത് കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് പോയി ബാക്കി ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം.
പിന്നെ എനിക്ക് സിറ്റ് ഔട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാൻ ചെറിയ പേടിയായതുകൊണ്ട് ഞാൻ ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്തിട്ട് ഞാൻ കിച്ചണിലേക്ക് പോവാണ്. ഇവിടെ ഇരുന്ന് മമ്മ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇവിടെ ഇരുന്നോളാം മമ്മ എന്നൊക്കെ പറഞ്ഞിരിക്കുക. പെപ്പ പിഗ് അവന് ഭയങ്കര ഇഷ്ടമാണ്. പെപ്പ പിഗ് കുറച്ച് നേരമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് ഞാൻ വേഗം കിച്ചണിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയിട്ട് ഞാൻ അരി ഇടാമെന്ന് വിചാരിച്ചു ഫസ്റ്റ്. അപ്പോൾ അതിന് കുക്കറിന് വെള്ളമൊക്കെ വെക്കണം. ഇവിടെ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. ഇവിടെ അടുപ്പില്ല, ഗ്യാസ് മാത്രമേ ഉള്ളൂ. അടുപ്പിന് ഉണ്ടാക്കണം. ആദ്യം നമ്മൾ ഗ്യാസ് മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മമ്മി അടുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളത് അത്ര കാര്യമാക്കിയില്ല. ഇപ്പം അടുപ്പ് വേണം എന്നൊക്കെ തോന്നി. അതുകൊണ്ട് ഇപ്പം ബാത്റൂം പണിയുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ നിന്ന് വർക്ക് ഏരിയ കുറച്ച് നീട്ടിയിട്ട് അവിടെ ഒരു അടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പം നമ്മളിവിടെ കുക്കറിലാണ് വെക്കുന്നത്. കറി ഞാൻ ഉണക്കപ്പയറാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ ഉണക്കപ്പയറിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഒതുക്കിയെടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒതുക്കാൻ വേണ്ടി പോവാം. ഇപ്പം ഞാൻ ആദ്യം അതാ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഇസ് ഏറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് തേങ്ങ ചിരകാനും പറ്റില്ല, മിക്സിയിൽ അരയ്ക്കാനും പറ്റത്തില്ല. അപ്പോൾ ആദ്യം അത് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ അവൾ ഏറ്റ് കഴിയുമ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ എനിക്ക് എളുപ്പമാണല്ലോ. ബാക്കി കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. ഒന്ന് കുക്കറിലേക്ക് പയറിടുന്നതും ഒന്ന് കടുക് പൊട്ടിക്കുന്ന പരിപാടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ഒതുക്കി വയ്ക്കാൻ വിചാരിച്ചു. ഒതുക്കി വെച്ച് കഴിയുമ്പോഴത്തേനും അവൾ ഏറ്റാനും പ്രശ്നമില്ലാത്തതുകൊണ്ട് എനിക്കെല്ലാം അത്യാവശ്യം എല്ലാം നീറ്റായിട്ട് ഇരിക്കണം എപ്പോഴും, അങ്ങനെ ഒരു മൈൻഡുള്ള ആളാണ്. പക്ഷേ പിള്ളേരുള്ള സമയത്ത് എല്ലാം അങ്ങനെ നീറ്റായിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ എന്നാലാവുന്ന പോലെ എല്ലാം ഞാൻ ചെയ്തു വയ്ക്കും. ഒരു ഒരു 8-10 തവണ നമ്മളിവിടെ അടിച്ചാലും പിന്നെയും പൊടിയും പേപ്പറും അങ്ങനെയെല്ലാം ഉണ്ടാവും. പക്ഷെ എന്നാലും ഞാൻ ആവുന്ന പോലെ എല്ലാം ചെയ്യും. നമ്മളിപ്പോൾ ഒരു ടോയ്സൊക്കെ കളിച്ചിട്ടിങ്ങനെ വലിച്ച് വാരിയിട്ട് കഴിയുമ്പോൾ പിന്നെയും ഞാൻ എടുത്ത് വെക്കും. അത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അത് നിരത്തിയിടും. പക്ഷേ എനിക്കതല്ല, ഇങ്ങനെ പിന്നെ അടുത്ത് അടുക്കി വൃത്തിയാക്കി വെക്കണം എനിക്ക് ഭയങ്കര ഒരു അത് അല്ലാണ്ട് എനിക്ക് കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം ഞാൻ എല്ലാം ചെയ്യും. അങ്ങനെ തന്നെയാണ് എൻ്റെ കുറേ സമയം പോകുന്നത്. അപ്പോൾ പിള്ളേരെ പിന്നെ അടുത്തിങ്ങനെ കളിക്കും. അത് എല്ലാം കഴിയുമ്പോഴത്തേക്കും നൈറ്റ് എടുത്ത് വെച്ചാൽ പോരെ എന്നൊക്കെ വിചാരിക്കുമെങ്കിലും പിന്നെ അതിങ്ങനെ കിടക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും എന്തോ പോലെ പിന്നെയും ഞാനത് എടുത്ത് വയ്ക്കും. അങ്ങനെ തന്നെ എൻ്റെ കുറേ സമയവും എനർജിയും എല്ലാം അങ്ങനെ ഞാൻ വേസ്റ്റ് ആക്കാറുണ്ട്. കുക്കറിൽ വെച്ച് വെള്ളം അത്യാവശ്യം തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ കഴുകി വെച്ച അരിയൊക്കെ ഇടുവേ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പയർ വേവിക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രാവിലെ മമ്മി കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് വെച്ചത്. അപ്പം കുറച്ച് വേഗം നമുക്കത് വെന്ത് കിട്ടും. അല്ലെങ്കിൽ കുറേ നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണമല്ലോ. അപ്പം ഇങ്ങനെ തിളപ്പിച്ച വെള്ളത്തിലേക്ക് പയറിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പത്തിന് അത് വെന്ത് കിട്ടും. അല്ലെങ്കിൽ കുറച്ച് അധികം വിസിലടുപ്പിക്കണം തോന്നുന്നു. ഇത് ഞാൻ 2 വിസിൽ 3 വിസിലെങ്ങാണ്ട് അടുപ്പിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്കങ്ങനെ.
അങ്ങനെ അതെല്ലാം വേഗം തീയെ വെച്ച് ഒതുക്കി വെച്ചിട്ട് ഞാൻ വേഗം ലൂക്കയുടെ അടുത്തേക്ക് വന്നേ. ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നേ, അപ്പോൾ ഇനി എന്തോ പോലെ. അതുകൊണ്ട് ഞാൻ വേഗം ഫാസ്റ്റായിട്ടെല്ലാം ചെയ്തിട്ട് ഞാൻ വേഗം ലൂക്കിൻ്റെ അടുത്തേക്ക് വന്നു. ഇനി അവിടെ നിന്ന് 2 വിസിലടിക്കുമ്പോൾ മാത്രം അവിടെ പോയി നോക്കിയാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഈസക്കുട്ടി ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നതെന്ന്, മാറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എൻ്റെ ലൂക്കേനെയാണ്. ലൂക്കായും കുഞ്ഞാണല്ലോ, അപ്പോൾ അവന് വേണ്ട കെയറും അവന് വേണ്ട സ്നേഹവും ആ ഒരു പരിഗണനയൊക്കെ എനിക്ക് അവൻ ആവശ്യപ്പെടുമ്പം അവൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്കപ്പം കൊടുക്കാൻ പറ്റാതെ വരാറുണ്ട്. അത് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യം. അത് എല്ലാ ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിലേക്കൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ, അവർക്കത് മനസ്സിലാവും. കാരണം ആ ഒരു വിഷമം ഭയങ്കര വിഷമം തന്നെയാണ്. കാരണം 2 പേരും ചെറിയ മക്കളാണ്. ലൂക്കയുടെ കാര്യമാണ്, ലൂക്ക ഭയങ്കര ചെറുതാണ്. അവൻ അറ്റൻഷൻ വേണ്ട സമയത്ത് എനിക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനത് ഏറെക്കുറെ ഇങ്ങനെ മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സമയങ്ങളാട്ടോ. അവൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവൾ ആരുടെ കൂടെയെങ്കിലും പോയി കഴിയുമ്പോഴൊക്കെ ഞാൻ അവനുമായിട്ട് കളിക്കുകയും അവൻ്റെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അത് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ അമ്മമാർ മക്കളെ അടുത്ത് എത്രത്തോളം കെയർ കൊടുക്കുകയോ എത്ര സ്നേഹിക്കുക, അവരെ കൂടെ കളിക്കുന്നതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ മക്കളുടെ കാര്യത്തിൽ അവരുടെ കൂടെ ലൂക്കയുടെ കൂടെ ഒത്തിരി നേരം കളിക്കുക, അവരോട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുക അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എനിക്ക് അത്രത്തോളം ടൈം അവൻ്റെ അടുത്ത് കൊടുക്കാൻ പറ്റാറില്ല. അപ്പോൾ ആ ടൈം കിട്ടുമ്പോൾ അവനത് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയും. അത്രയൊക്കെയുള്ള അവളുടെ ഉറക്കം അവളേറ്റ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും പപ്പ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമിൻ്റെ പരിപാടി അതവിടെയാണ് നടക്കുന്നത്. അപ്പം പപ്പ വന്നുകൊണ്ട് ലൂക്ക അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. അവനിനി പുറത്ത് തന്നെ ആയിരിക്കും. അവരുടെ കൂടെ എല്ലാം ഇങ്ങനെ നിൽക്കും, അവരോട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതെന്താ ഇതെന്താ അതെല്ലാം അവനറിയണം. അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടി പോകുന്ന ടാറ്റയും പറഞ്ഞ് അങ്ങ് പോകുന്നുണ്ട്. മുറ്റത്തോ അമ്മ ഹെൽപ്പ് ചെയ്യണോ? TV ഓഫ് ചെയ്തോട്ടെ. ലൂക്ക് പോയതുകൊണ്ട് എനിക്കിപ്പോൾ ഇവളെ മാത്രം മാനേജ് ചെയ്താൽ മതിയല്ലോ. ഇവൾ ഉറങ്ങിയേറ്റത് കൊണ്ട് ഇച്ചിരി വഴക്കൊക്കെ ആയിരുന്നേ. അപ്പോൾ തോളേന്ന് ഇറങ്ങത്തില്ല. അവളെ വെച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതിപ്പം സിമ്പിളായി. ഇവളെ വെച്ച് എല്ലാ കാര്യവും ചെയ്ത് ഇപ്പോൾ അവളെ കൊണ്ട് ചെയ്യുന്നത് എനിക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അപ്പം ഫുഡെല്ലാം കഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതൊന്ന് ക്ലീനൊക്കെ ആക്കുന്ന ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടുവാണേ. വിളിച്ചു ചേട്ടാന്ന്. ഇസക്കുട്ടിക്ക് ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് പോകണം. അതിനെ ഈ ചേട്ടാന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്കും ഇങ്ങനെ മുറ്റത്തിറങ്ങി നടക്കാൻ തുടങ്ങിയില്ല കേട്ടോ. അവൾ പറഞ്ഞ പോലെ അവൾ നടക്കാൻ തുടങ്ങിയില്ല. നടക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമില്ല, അവൾക്ക് മടിയാണ്. അവൾക്ക് ഈ തോളിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അവൾക്ക് നടക്കാൻ മടിയാണ്. നടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവൾക്ക് നടക്കാൻ പറ്റും. അവളോട് 2, 3, 5, 6 സ്റ്റെപ്പൊക്കെ അവൾ വെച്ചിട്ടുണ്ട്.
അവൾക്ക് പറ്റിയ അവൾക്ക് നടക്കാനൊക്കെ ചെയ്യാവേ. അവൾക്ക് മടിയാണ്, അവളിങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക. പിന്നെ മുട്ടയിൽ പോകുന്നതാണ്. അത് അവൾക്ക് ഭയങ്കര സ്പീഡായതുകൊണ്ട് അവൾ മുട്ടയിലാണ് പോകുന്നത്. നടക്കാൻ മടിച്ചിയാണ്. എൻ്റെ മടിയായിരിക്കും എനിക്കത് കേട്ടിട്ടുണ്ടാവുക. അവൾക്ക് ഇച്ചിരി മടി കൂടുതലാണെന്ന് തോന്നുന്നു. ഇപ്പം സമയം ഒരു 11:30 കഴിഞ്ഞേ. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഞാൻ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കും. അപ്പം ഏത്തപ്പഴം ഇന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഏത്തപ്പഴം ഉണ്ടായിരുന്നേ. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. ഈസയുടെ കാര്യം നോക്കണ്ട, ഈസ ഒട്ടും കഴിക്കില്ല. സാധാരണ കഴിക്കാറില്ല ഏത്തപ്പഴമൊന്നും. ഇപ്പം നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കും. അത് ഞാനങ്ങനെ ചെയ്യാറുമില്ലേ. ഇങ്ങനെ വെച്ച് കൊടുക്കും, അവൾ ഇച്ചിരിയൊക്കെ കഴിക്കും, അത്രയൊക്കെ ഉള്ളൂ. ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇതിപ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കണ്ടില്ലേ? ഇപ്പം കട്ട് ചെയ്ത് വെച്ചത് അതെടുത്ത് കഴിച്ച് നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാനിങ്ങനെ നെയ്യിലൊക്കെ വാട്ടിയെടുത്താണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണോ ഇനിയിപ്പോൾ ഇഷ്ടപ്പെടാത്ത? ഇങ്ങനെ ഞാൻ കൊടുത്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് കഴിച്ചിട്ടില്ല. ഇതിപ്പോൾ കട്ട് ചെയ്ത് വെച്ചപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കി കഴിക്കുന്ന ഞാൻ തോന്നുന്നു.
അപ്പോഴത്തേക്ക് ഇത് അടുത്ത ആൾ പണിയായിട്ട് വന്നിട്ടുണ്ട്. അവിടെ വെച്ചിരുന്ന ടേപ്പാണ്, നമ്മൾ മെഷറിങ് ടേപ്പ് ഉണ്ടല്ലോ, അത് മൊത്തം അഴിച്ചഴിച്ചഴിച്ച് നീളത്തിൽ അങ്ങ് മുറ്റം വരെങ്ങാണ്ട് വെച്ചിട്ടുള്ളത്. ഇനി പോയി തപ്പി പിടിച്ചെടുത്തോണ്ട് വരണം. ഇവനോട് തന്നെ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കും, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരും. ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അബദ്ധമായി തോന്നുന്നു, ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ അത് തിരിച്ച് കയറ്റാൻ പറ്റുന്നില്ല. അത് മെല്ലെ എൻ്റെ അടുത്തേക്ക് വന്നേ. അപ്പോൾ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അറിയില്ല, എന്നാൽ ട്രൈ ചെയ്യുന്നുണ്ട്. കണ്ടോ, അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. ലൂക്കും അതിൻ്റെ പുറകെ നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ ഈ പഴമൊക്കെ ഒന്ന് വേഗം വാട്ടിയെടുക്കട്ടെ. ഇല്ലെങ്കിൽ അവനും ഇവിടെ വന്നിട്ട് അവനും അതിൻ്റെ മുകളിൽ കയറിയിരിക്കണം. പിന്നെ ആകെ അലമ്പാകും. 2 പേർക്കും കൂടിയിട്ട് കുക്ക് ചെയ്യണം, പഴമിടണം, തിരിക്കണം, മറിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വേഗം പഴമൊക്കെ ഒന്ന് വേഗം വാട്ടിയെടുക്കട്ടെ. അപ്പോഴത്തേക്ക് അവനെത്തും. അങ്ങനെ പഴമൊക്കെ റെഡി ആയിട്ടുണ്ട്. ലൂക്കായ്ക്ക് സേക്കും കൊടുക്കാൻ വേണ്ടി പോവാണേ. മീറ്റർ അവിടെ തന്നെ കിടപ്പുണ്ട്. ഇനി അതൊന്ന് റെഡിയാക്കി വെക്കണം. അതെവിടം വരെ എത്തിയെന്ന് പോയി നോക്കണം. മുറ്റം വരെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ മുറ്റത്തായിരുന്നു കളിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നത്. അവനത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. എടാ എടാ നമുക്ക് ലൂക്ക് വരുമ്പോഴത്തേക്കും വേഗം ഇത് ചുറ്റിയിട്ട് ഒളിപ്പിച്ച് വെക്കണം. ഇല്ലെങ്കിൽ അത് വീണ്ടും എടുത്തിട്ട് പിന്നെയും അത് വലിച്ചിടും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ലൂക്ക് വരുന്നുണ്ടോ എന്ന്. ആ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയതാണ് പപ്പയുടെ അടുത്തേക്ക്. അപ്പോൾ അവൻ വരുന്നതിന് മുന്നേ വേഗം സ്പീഡിൽ ഞാനിത് ചുറ്റിയിട്ട് ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. ആൾ പരാതിയായിട്ട് വന്നിരിക്കുന്നത്. മുറ്റത്ത് പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ തേനീച്ചയല്ല, ചെറിയൊരു ഈച്ചയില്ലേ, അതെന്തോ കുത്തിയെന്നും പറഞ്ഞ് വന്നത്. തലയുടെ അവിടെ ഉണ്ടെന്നോ മുടിയുടെ അവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്ന്. അപ്പോൾ അതിനെ ഒന്ന് ആശ്വസിപ്പിച്ച് പഴം കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ട, കുറച്ച് കഴിയുമ്പോൾ തന്നെ എടുത്ത് കഴിച്ചോളും. ഇസ് കണ്ടില്ലേ, വാരി വലിച്ച് അവിടെയൊക്കെ ഇടും. അങ്ങനെയാണ് അവൾ കഴിക്കുന്നത്. പിന്നെ ഞാനതിങ്ങനെ പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെ കഴിപ്പിക്കണം എന്നൊക്കെയാണല്ലോ പറയുന്നത്. പിള്ളേരെ തന്നെ ചെറുപ്പത്തിൽ ഇങ്ങനെ ശീലിപ്പിക്കണം. ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ട് അവർ തന്നെ വാരി കളിച്ച് കഴിച്ച് അങ്ങനെ പഠിക്കണം എന്നാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുവേ. അപ്പോൾ അവളുടെ ഫുഡൊക്കെ കഴിക്കുന്ന ഹൈ ചെയർ ഉണ്ടല്ലോ, അത് ജോയുടെ വീട്ടിലാണ്. അത് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ടേബിളിൽ പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് അങ്ങനെ അവൾ കഴിച്ചോളും.
അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഒരു വൈകുന്നേരം വരെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒപ്പം വന്നുകൊണ്ട് പിന്നെ വേറെ ഒരാളും കൂടി ഉള്ളപ്പോൾ പിന്നെ അത് ഒറ്റയ്ക്കല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെയും കൊണ്ട് തീർക്കുകയാണ്. പിന്നെ അടുത്ത വ്ളോഗിൽ കാണാവേ. അപ്പോൾ കുറച്ച് നേരം കൂടെ ഇവരായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഇനി ഫുഡൊക്കെ കഴിച്ച് ഒരു കുറച്ച് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും മമ്മി വരും. അപ്പം ഇവരെ ഒന്ന് ഉറക്കി, ഞാനും ഒന്ന് ഉറങ്ങി. ഇനി അത്രയൊക്കെ ഉള്ളൂ പരിപാടി. അതുകൊണ്ട് പിന്നെ കാര്യമായിട്ടൊന്നും എടുക്കാനും ഇല്ലല്ലോ. അപ്പോൾ ഏതായാലും ഇനി അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.